ജിബിൻ്റെ പാടെ പോവാ, നീ വായ നോക്കി നിൽക്കലടാ. വായ നോക്കി നിൽക്കുക? ഞാൻ വായ നോക്കി നിൽക്കണമെന്നല്ല, അതുകൊണ്ട് വർഷം വരുന്നത് അത് നോക്കിക്കാണ്. ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവിടെ പോവാ. ആൻസർ കിട്ടിയില്ലെന്നാ? അവൻ എത്ര വട്ടം പറഞ്ഞു അവനക്ക് തന്നെ ഇഷ്ടമല്ലാന്ന്? ഒന്ന് കേൾക്കാൻ നിൽക്ക്. നിന്നോട് ആരും ചോദിച്ചില്ല. ചെവി കൂടെ ഇട്ട് വായക്കൂടെ പറഞ്ഞു, പിന്നെ മൂക്കൂടെ കേൾക്കാൻ പറ്റുമോ? ഏതാണ് ഇത്? ജിബനെ കിട്ടിയില്ലേ? വാ പോര്. രണ്ടൊന്നും നിർത്തുണ്ടോ? നിനക്കിപ്പോൾ എന്താ വേണം? ആൻസർ അല്ലേ? എനിക്ക് ഞാൻ ഇഷ്ടമല്ല പോരെ. എന്താ റീസൺ ഉണ്ടാക്കുള്ളൂ. ഞാൻ കേയാ. ജിബനെ ഞാൻ പോവാട്ടോ. കുറച്ചേരം വർഷം അവിടെ ആലോചിച്ച് നിന്നതിൻ്റെ ശേഷം അവളും കാലത്തിൻ്റെ ഓരോ വളർച്ചേ. എന്ത് വളർച്ച? നീയും കേയല്ലേ? അതൊന്നും നീ അറിഞ്ഞു? ഓ അപ്പം ആണ്. എടാ, അന്ന് ഞാൻ വീട്ടിലേക്ക് പോകണത് പറയാൻ വേണ്ടിയിട്ട് നീ കുളിക്കുന്ന ടൈമിൽ കാശിലത്ത വന്നത് ഓർമ്മണ്ട? ആ ടൈമിൽ നിന്നെ ഒരാൾ വിളിച്ചു. ഞാനാദ്യം അത് മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതാണെങ്കിലോ മറ്റൊരാൾക്ക് ഇങ്ങോട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ തുരുതുരാ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നീ മൈ CVG ബില്ലൂന്ന് സേവ് ചെയ്ത് വെച്ച നിൻ്റെ മറ്റവനായിരുന്നു അത് പറഞ്ഞു, നിനക്ക് ബാക്ക് പെയിൻ ഉണ്ടോ, നിനക്ക് പെയിൻ കില്ലർ വേണോ, അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ജെൻറ്റിലാവാം എന്നൊക്കെ. അപ്പോഴേക്ക് മനസ്സിലായി നീ ഗേ ആണെന്ന്. പക്ഷേ ഞാൻ വീണ്ടും കോളേജിലൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് നീ വീണ്ടും പെൺകുട്ടികളെ പിന്നാലൊക്കെ പോകണേ. അപ്പോൾ ഈ ഡൗട്ട് ഓടിച്ചു. പിന്നെ ഇപ്പം കൺഫേമായി. എടാ, അത് അവൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങളോടൊന്നും പറയാനത്. പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല, ഞാൻ മറന്നു. നിനക്ക് അൺകംഫർട്ടബിളായി വല്ല ഫീൽ ചെയ്യുന്നുണ്ടോ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ആയത്? എന്തിന്? നീ കമ്മിറ്റഡ് ആണ്, പിന്നെ കാശി എൻ്റെ കസിനുമാണ്, പിന്നെ ഞാൻ എന്തിനാ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നത്? കാശി എൻ്റെ കസിനാണോ? എന്നോട് പറഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലേ? കാശീൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ് ഞാൻ. അവൻ്റെ ഗാർഡിയൻ അച്ഛൻ ഞങ്ങളുടെ അച്ഛന്മാരെ അനിയനാണ്. ഞങ്ങളുടെ ചെറിയച്ഛൻ. അവർ കുട്ടികളൊന്നുമില്ല. അതുകൊണ്ടാണ് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ചെറിയച്ഛനും ചെറിയമ്മയും അവനെ നോക്കണത്. അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടാളും ഈ കോളേജിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് നിങ്ങൾ അറിയാവുന്നതും അതുപോലെ ഞാൻ നിങ്ങളുടെ സീനിയറായതും. നീ ഞങ്ങൾ സീനിയറായതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം? എൻ്റെ പൊന്നു ജിബനെ, നിന്നോട് ആരായി കോളേജിലേക്ക് ചേരാന്ന് പറഞ്ഞു? അത് കാശി. അവനത് പറയാൻ കാരണം ഞാനാണ്. ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ചെറിയമ്മയും ചെറിയച്ഛനും അവനെ ഇവിടെ കൊണ്ട് ചേർത്തിയത്. മനസ്സിലായോ? ഇപ്പോൾ ഒക്കെ മനസ്സിലായി. ഇനി നീ അവൻ്റെ അടുത്തേക്ക് ചെല്ല്, സമാധാനിപ്പിച്ച് കൊടുക്ക്. ഞാൻ പോട്ടെ.